ഇന്ന് ബദരിങ്ങളെ അടിയാന്തരമാണ് അങ്ങ് ചങ്ങാതി കാലം കൂടി ചോറുപാടാണ്. ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപ് കാരണം ഇന്ന് റമദാൻ 15 രാത്രി ആട്ടോ, അതായത് ബദരീങ്ങളെ ആണ്ട് ദിവസം. ബദരീങ്ങളെ ആണ്ടിനെ നമ്മളെ നാട്ടിൽ അടിയന്തരം എന്നാട്ടോ പറയാറ്. നമ്മളെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ ചോറ്. നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ പള്ളിയിലേക്കാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചെക്കന്മാരൊക്കെ ചോറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പള്ളിയിൽ മൗലിദ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിക്കത്തെ ഫുഡ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനിയിപ്പം പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമുക്ക് വിളമ്പല്. ഇന്ന് ബദരിങ്ങളെ അടിയാന്തരമാണ് അങ്ങ് ചങ്ങാതി കാലം കൂടി ചോറുപാടാണ്. പള്ളിയിലെ മൗലീദും ദുആവും കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിലെ മുതിർന്ന ആൾക്കാരായിട്ട് ഉണ്ടാവുക. ചോറ് കുറഞ്ഞു പോകാനും പാടില്ല, അധികമാവാനും പാടില്ല, എന്നാൽ കറി തീരാനും പാടില്ല. എല്ലാം നോക്കിയിട്ട് വേണം ചോറ് വിളമ്പാൻ. ഇന്നത്തെ ഈ ഒരു ദിവസം, അതായത് റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് ദിവസം, എൻ്റെ നാട്ടിൽ ഏകദേശം എല്ലാ പള്ളികളിലും ചോറുണ്ടാവും. അതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല. കാരണം അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു ഫുഡ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ. വിളമ്പിയ ചോറ് പള്ളിമുറ്റത്ത് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യും. പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ആൾക്കാർ പുറത്തേക്ക് വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള ഫുഡ് നമ്മൾ സെർവ് ചെയ്യും. ഫുഡ് മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം ഒരു ചെറിയ ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാവും. പള്ളിയുടെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും പ്രത്യേകം വിരിപ്പുകളൊന്നും ഉണ്ടാവില്ല. നിലത്ത് തന്നെ ആയിരിക്കും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. പള്ളിയിലിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. ബാക്കി വരുന്ന ഫുഡ് നമുക്ക് വീട്ടിലേക്കും കൊണ്ടുപോകാട്ടോ. ബദറിൻ്റെ രണാങ്കളത്തിൽ വെറും 313 സഹാബാക്കൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ലോക മുസ്ലിമുകൾക്ക് വേണ്ടി 1000-ലേറെ വരുന്ന ശത്രുക്കളോടൊപ്പം യുദ്ധം ചെയ്ത് വിജയിച്ച ദിവസം, അതാണ് ബദർ യുദ്ധം. അവരാണ് ബദരീങ്ങൾ. അവരോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നമ്മൾ കാണിക്കുന്നത് ഇതുപോലെയൊക്കെ ആട്ടോ. പള്ളിയിൽ വന്ന എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കും. ബാക്കി വരുന്നത് വീട്ടിലേക്കും കൊണ്ടുപോകാം. എല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളും അവിടെ ഇരുന്ന് കഴിക്കും. എല്ലാവരും വേറെ നിറയെ ഫുഡും കഴിച്ച് അൽഹംദുലില്ലാഹ് പറഞ്ഞ് പോവും. അപ്പോഴേക്കും നമുക്കുള്ള വണ്ടി അവിടെ വരും. സാധനങ്ങളെല്ലാം തിരിച്ചു കയറ്റി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. നമ്മളെ കൂട്ടുകാരന്മാർക്ക് കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.